എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനൽ ഷെയ്ബാസ് രുചിയിടത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു നോൺ വെജ് ഡിഷാണ് തയ്യാറാക്കുന്നത്. നല്ല മട്ടൺ റോസ്റ്റാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മൾ മട്ടൺ വെച്ച് പലതരത്തിലുള്ള ഡിഷസ് ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഞാൻ എങ്ങനെയാണ് ഈ മട്ടൺ റോസ്റ്റ് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാക്കി നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മട്ടൺ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. മട്ടൺ നമ്മൾ പലതരത്തിൽ ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഇന്ന് മട്ടൺ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ റോസ്റ്റാണിത്. ഞാൻ 3/4 കിലോ മട്ടനാണ് അതിനായിട്ട് എടുത്തിരിക്കുന്നത്. നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ഒരു അരിപ്പ പാത്രത്തിലിട്ട് വെള്ളം പോകാൻ വെച്ചിരുന്നു. അത് നമുക്കൊരു കുക്കറിലേക്ക് ഇടാം. ഇനി അതിന് വേണ്ട മസാലകളൊക്കെ തയ്യാറാക്കാം. ഗരം മസാല തയ്യാറാക്കാനായിട്ട് ഞാൻ 2 കഷ്ണം പട്ട, 4-5 ഗ്രാമ്പു, കുരുമുളക് 1 ടീസ്പൂൺ, ഏലക്ക 3 എണ്ണം, പെരിഞ്ജീരകം 1 ടീസ്പൂൺ, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കാം. പിന്നെ അതിന് മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടി വേണം. ഇനി നമുക്ക് കുക്കറിൽ എടുത്തു വെച്ചിരിക്കുന്ന മട്ടനിലേക്ക് 10-12 കഷ്ണം വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 2-3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പൊടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാല, ഇത്രയും ഇടാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ചെറുനാരങ്ങയുടെ നീരും കൂടി ഒന്ന് ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് 4 വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കാം. മട്ടൺ റോസ്റ്റ് ചെയ്യാനായിട്ട് ഇനി എന്തെല്ലാം വേണമെന്ന് നോക്കാം. ഒരു സവാള നൈസായിട്ട് അരിഞ്ഞെടുത്തത്, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ചെറിയ ഉള്ളി 20 എണ്ണം, ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്യാപ്സിക്കം കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാനായിട്ടൊരു 10-12 വെളുത്തുള്ളി, അതുപോലെ വലിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ച് പേസ്റ്റാക്കി എടുക്കണം. ഒരു മുറിയുടെ പകുതി തേങ്ങ എടുത്തിട്ട് തേങ്ങാക്കൊത്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മട്ടൺ ഇതുപോലെ വെന്തിട്ടുണ്ട്. 4 വിസിൽ കേട്ടപ്പോൾ എനിക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. 4-5 വിസിലൊക്കെയാണ് നോർമലി മട്ടൻ്റെ വേവ്. ചിലത് വളരെ ഇളത്ത മട്ടനാണെങ്കിൽ ഒരു 3 വിസിലൊക്കെ മതിയാകും. അതേസമയം കുറച്ചുകൂടി മൂത്തതാണെങ്കിൽ ഒരു 5 വിസിൽ 6 വിസിലൊക്കെ കേൾക്കാം, ഭയങ്കര മൂത്തതാണെങ്കിൽ. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഇങ്ങനെ മൊരിയിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. അതുകൊണ്ടാണ് എണ്ണയിലേക്ക് ആദ്യം തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. രണ്ടും കൂടി നല്ലവണ്ണം ഒന്ന് വഴറ്റാം. തേങ്ങാക്കൊത്തിന് കുറച്ചധികം വേവുള്ളതാണ്. അതിലേക്ക് പച്ചമുളക്, ചെറിയ ഉള്ളി അരിഞ്ഞത്, ഇതും കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇടാം. കറിവേപ്പില ഇടാം കുറച്ചുകൂടി. കറിവേപ്പില എത്ര ഇട്ടാലും നല്ലതാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, ഒരു ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. എല്ലാം നല്ലവണ്ണം ഇതിൽ പിടിക്കുന്ന രീതിയിൽ വഴറ്റണം.
നമുക്ക് ആ തക്കാളിയും കൂടി ഇതിലേക്ക് ഇടാം. തക്കാളി ശരിക്കും വെന്ത് ഇതിലേക്ക് യോജിച്ച് വരണം. ഒന്ന് മൂടി വെച്ച് വേവിക്കുവാണെങ്കിൽ എല്ലാം പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. 2-3 മിനിറ്റിന് ശേഷം നമുക്ക് തുറക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം അതിലേക്ക് ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടനും കൂടി ഇടാം. ഇതിൽ വെള്ളമുണ്ടെങ്കിൽ അത് നിങ്ങൾ തുറന്ന് വെച്ച് വറ്റിച്ചെടുക്കണം. വെള്ളമില്ലാതെ വേണം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇത് ഇളക്കി ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. മൂടി വയ്ക്കരുത്, തുറന്ന് തന്നെ വെച്ച് വേണം ഇത് ഇളക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ മസാലകളൊക്കെ മട്ടനിൽ നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക, പോരെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നുകൂടി വഴറ്റാം. ഇപ്പം നമ്മുടെ മട്ടൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ റോസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.